കണിക്കൊന്നപ്പൂവ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പുഷ്പമാണ് കണിക്കൊന്നപ്പൂവ്. പക്ഷേ അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കഥ നടന്നതാണോ അല്ല സത്യമാണോ കള്ളമാണോ എന്നതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാന് ഭക്തരോടുള്ള ഒരു വാത്സല്യത്തിൻ്റെ പ്രതീകമായാണ് കണിക്കൊന്ന പുഷ്പം കണക്കാക്കുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്നും നമ്മൾ അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഭക്തൻ്റെ ഒരു യഥാർത്ഥ ഭക്തിയുടെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നേരെ കഥയിലേക്ക് പോകാം. ഒരിടത്ത് ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. അവന് കൂട്ടുകാരന്മാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനാകെ അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഉണ്ണികൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ അമ്മ അവന് ഉണ്ണിക്കണ്ണൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ എപ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. അത് മാത്രമല്ല, എപ്പോഴും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അമ്മയുടെ കൂടെ പോയി എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവൻ ഭഗവാനോട് ഒറ്റൊരു കാര്യം മാത്രമേ എന്നും ആവശ്യപ്പെടാറുള്ളൂ. എൻ്റെ കൃഷ്ണ, എനിക്ക് കൂട്ടുകാരന്മാരോ ഒന്നുമില്ല. അങ്ങ് എൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് മാത്രമേ ആ ഒരു ഉണ്ണി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നും രാവിലെ ഭഗവാനെ ഒരുക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ അവനെന്നും അമ്പലത്തിൽ പോയി ഈ ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടാറുണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അമ്മയോട് അവൻ ചോദിക്കും, കണ്ണൻ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ മറുപടി പറയാറുള്ളത്, മോൻ എപ്പോഴും മനസ്സുരുകി പ്രാർത്ഥിച്ചു നോക്കൂ, കണ്ണനോട് ചോദിച്ചു നോക്കൂ, കണ്ണൻ വരാതിരിക്കില്ല എന്ന് അമ്മ എപ്പോഴും അവനോട് പറയുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മയ്ക്ക് അസുഖമായിട്ട് അമ്പലത്തിലേക്ക് വരാൻ പറ്റാണ്ടായി. അപ്പോൾ ആ ഉണ്ണി പോക്ക് നിർത്തിയില്ല. അവൻ എന്നും രാവിലെ അമ്പലത്തിലേക്ക് പോയി കണ്ണനെ അണിയിച്ചൊരുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് അവിടെ ഇരിക്കും. അവൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, എൻ്റെ കൃഷ്ണ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് എപ്പോഴും അവൻ ചോദിക്കും. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോയി അവൻ്റെ മനസ്സിലുള്ളതൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുകയാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മരത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് അവൻ ഒരു വേണുഗാനം കേട്ടു. അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി. എൻ്റെ കണ്ണൻ്റെ വേണുഗാനമല്ലേ ആ കേൾക്കുന്നത്. പെട്ടെന്ന് അവൻ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അതാ മഞ്ഞപ്പട്ടൊക്കെ ധരിച്ച് മയിൽപ്പീലിയൊക്കെ ചൂടി ഒരു ഓടക്കുഴലും പിടിച്ച് ഇങ്ങനെ മരത്തിൻ്റെ ചില്ലയിൽ ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കുകയാണ്. അവൻ വേണുഗാനം ഇങ്ങനെ വായിക്കുകയാണ്. നമ്മുടെ ഉണ്ണി അതും കേട്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണി കണ്ണനോട് ചോദിക്കും, അങ്ങ് എൻ്റെ കൂടെ കളിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ കണ്ണൻ പറയും, അതെ, നീ എന്നോട് എന്നും പ്രാർത്ഥിക്കാറുള്ള ഒരേ ഒരു കാര്യം ഇത് തന്നെയല്ലേ, എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നോ എന്ന് ചോദിക്കാറില്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് നിൻ്റെ കൂടെ കളിക്കാൻ വന്നതാണ്. പക്ഷേ ഒരു കാര്യം, ഞാൻ നിൻ്റെ കൂടെ കളിക്കുന്ന കാര്യം വേറെ ആരോടും പറയരുത്. ഉണ്ണി അത് സമ്മതം മൂളി. അങ്ങനെ അവർ രണ്ടുപേരും മതിയാവോളം, നമ്മുടെ ഉണ്ണിക്ക് മതിയാവോളം സമയം കണ്ണനോട് കൂടി കളിച്ചു. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ഉണ്ണി അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ കണ്ണൻ്റെ കൂടെ എന്നും ഒരുപാട് സമയം കളിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് പോവാറുള്ളത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ അമ്മ ചോദിക്കും, എന്താ ഉണ്ണി ഇത്ര വൈകിയത്? അപ്പോൾ ഉണ്ണി പറയും, ഞാൻ കണ്ണൻ്റെ കൂടെ കളിക്കുകയായിരുന്നു. പക്ഷെ അമ്മ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. കാരണം ഉണ്ണിക്ക് അങ്ങനെ കളിക്കൂട്ടുകാരന്മാരായിട്ട് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അമ്മ വിചാരിച്ചു കുറേ നേരം അമ്പലത്തിൽ ചെലവഴിച്ചതാകും എന്ന് വിചാരിച്ച് അങ്ങനെ അത് അത്ര ഒരു കാര്യമാക്കി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഒരാൾ നല്ല വിലപിടിപ്പുള്ള ഒരു അരഞ്ഞാണം കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഉണ്ണി അന്ന് ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ കൃഷ്ണൻ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ആ ഒരു മരച്ചുവട്ടിൽ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയുടെ കണ്ണിൽപ്പെട്ടത് കൃഷ്ണൻ്റെ അരയിൽ നല്ലൊരു മനോഹരമായ ഒരു അരഞ്ഞാണം കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണി പറഞ്ഞു, ഹായ്, എന്ത് ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ അരഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്താ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്കിത് വേണമെന്നുണ്ടോ? അപ്പം നമ്മുടെ ഉണ്ണി പറഞ്ഞു, എനിക്കത് വേണമെന്നുണ്ട്, എങ്കിൽ നീ ഇതെടുത്തോ എന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണൻ അത് ഊരി അവന് കൊടുത്തു. അങ്ങനെ അവൻ ആ അരഞ്ഞാണമൊക്കെ കെട്ടി മതിവരുവോളം കണ്ണൻ്റെ കൂടെ കളിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസം പൂജാരി നമ്മുടെ ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോൾ, അമ്പലത്തിൻ്റെ ആ ഒരു നട തുറക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ അരഞ്ഞാണം കാണാനില്ല. പൂജാരി ആകെ വിഷമിച്ചു. അവിടെ നിന്നവരോടൊക്കെ ചോദിച്ചു,
കണ്ണൻ്റെ അരഞ്ഞാണം കണ്ടോ, കണ്ണൻ്റെ അരഞ്ഞാണം കണ്ടോ എന്ന് എല്ലാവരോടും ചോദിച്ചു. അവിടെ വരുന്ന ഭക്തജനങ്ങളോടും ജീവനക്കാരോടും ഒക്കെ ചോദിച്ചു, കണ്ണൻ്റെ അരഞ്ഞാണം കണ്ടോ, ഇന്നലെ ഒരാൾ സമർപ്പിച്ചതാണ്, വളരെ വില കൂടിയതാണ്, പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല, അത് ആരാണ് എടുത്തതെന്നുള്ളത് ആർക്കും അറിയത്തുമില്ല. അങ്ങനെ പൂജാരി വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ഉണ്ണിയുടെ വരവ്. നല്ല വെള്ള മുണ്ടൊക്കെ ഉടുത്ത് അതിൻ്റെ മേലിൽ അരഞ്ഞാണമൊക്കെ ചുറ്റിയിട്ടാണ് ഉണ്ണിയുടെ വരവ്. ഉണ്ണി ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അപ്പോൾ അവിടെ എല്ലാവരും എന്തോ അന്വേഷിക്കുന്നതായിട്ട് ഉണ്ണിക്ക് തോന്നി. ഉണ്ണിയെ കണ്ടപ്പോൾ പൂജാരി അവൻ്റെ അരയിലെ ആ അരഞ്ഞാണം ശ്രദ്ധിച്ചു. ഉടനെ പൂജാരി പറഞ്ഞു, ഇതാണ് ആ അരഞ്ഞാണം, ഇന്നലെ അവർ സമർപ്പിച്ച ആ അരഞ്ഞാണം ഇതാണ്, ഇതെങ്ങനെയാണ് ഈ ഉണ്ണിക്ക് കിട്ടിയതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അവിടെ കൂടി നിന്നവരൊക്കെ ആ ഉണ്ണിയോട് ചോദിക്കും, ഈ അരഞ്ഞാണം നിനക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ കണ്ണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെ കളിക്കാൻ വരുന്ന കാര്യം ആരോടും പറയരുതെന്ന് കണ്ണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചതുകൊണ്ട് ഉണ്ണി ആദ്യമൊക്കെ പറഞ്ഞു, ഇല്ല ഇത് എൻ്റെ അരഞ്ഞാണാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ കൂടി നിന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇവൻ ഇത് ഇവിടുന്ന് മോഷ്ടിച്ചതാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ ഉണ്ണിയോട് ചോദിച്ചു, നീ കള്ളം പറയാണ്, ഈ അരഞ്ഞാണം നീ ഇവിടുന്ന് മോഷ്ടിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്ക് ആകെ വിഷമായി. താൻ ഒരു കള്ളനാണെന്ന് ഇവർ ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ ഉണ്ണിക്ക് സത്യം പറയേണ്ടി വന്നു. ഉണ്ണി പറഞ്ഞു, ഇല്ല ഇത് എനിക്ക് എൻ്റെ കൃഷ്ണൻ തന്നതാണ്, എൻ്റെ കൂടെ കളിക്കാൻ വരുമ്പോൾ കൃഷ്ണൻ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വന്നിട്ടില്ല. എന്ത്, കൃഷ്ണൻ നിൻ്റെ കൂടെ കളിക്കാൻ വരിക, വെറുതെ കള്ളം പറയല്ല, നീ ഇത് ഇവിടുന്ന് മോഷ്ടിച്ചതാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവിടെ കൂടി നിന്നവരൊക്കെ പറഞ്ഞു, ഈ കുട്ടിയുടെ അമ്മയെ വിളിപ്പിച്ച് സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ പരമഭക്തിയായിരുന്നു, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഭക്തിയായിരുന്നു അവൻ്റെ അമ്മ. ചെറുപ്പം മുതൽ തന്നെ കൃഷ്ണൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഉണ്ണിയെ നല്ല രീതിയിൽ തന്നെയാണ് ആ അമ്മ വളർത്തിയത്. അങ്ങനെയുള്ള തൻ്റെ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് പോലും ആദ്യം ആ ഉണ്ണിയെ അവിശ്വസിക്കേണ്ടി വന്നു. നീ ഇത് ഇവിടുന്ന് മോഷ്ടിച്ചതല്ലേ എന്ന് കൂടി ആ അമ്മ ഉണ്ണിയോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആ ഉണ്ണി പറഞ്ഞു, ഇല്ല അമ്മേ, അമ്മ പറഞ്ഞില്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ കൃഷ്ണൻ അത് കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്നും എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്നായിരുന്നു കൃഷ്ണനോട് പ്രാർത്ഥിച്ചിരുന്നത്. കൃഷ്ണൻ അത് കേട്ടു, എൻ്റെ കൂടെ എന്നും കളിക്കാൻ വരാറുണ്ടായിരുന്നു, ഈ അരഞ്ഞാണവും എൻ്റെ കൃഷ്ണൻ എനിക്ക് തന്നതാണ്. പക്ഷേ ആ അമ്മ അതൊന്നും വിശ്വസിച്ചില്ല, അവിടെ കൂടി നിന്ന ആരും അത് വിശ്വസിച്ചില്ല. ഇതാണ് പറയുന്നത്, നമ്മൾ എത്ര വലിയ ഭക്തന്മാരായിട്ടും അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട് എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്കൊരു ആപത്ത് വന്നാൽ ഒരു രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നുള്ളത് നമുക്ക് ആർക്കും വിശ്വാസമില്ല. പക്ഷേ ആ ഉണ്ണിക്ക് മാത്രം അത് വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഭഗവാൻ എന്നും ഉണ്ട് എന്നുള്ള വിശ്വാസമായിരുന്നു ആ കുട്ടിയുടെ ആ ഒരു നിരപരാധിത്വം തെളിയിച്ചത്. അങ്ങനെ ആ അമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ ഉണ്ണിയെ ഒരുപാട് തല്ലും. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ താനൊരു മോഷ്ടാവാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഉണ്ണിക്ക് സഹിച്ചില്ല. അവൻ ഉള്ളുരുക്കി കൃഷ്ണനോട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, എനിക്ക് അങ്ങ് ഇഷ്ടത്തോടു കൂടി തന്നതല്ലേ ഈ അരഞ്ഞാണം, എന്നിട്ടിപ്പോൾ എല്ലാവരുടെ മുമ്പിലും എന്നെ കള്ളനാക്കിയില്ലേ, അതുകൊണ്ട് എനിക്കിനി ഈ അരഞ്ഞാണം വേണ്ട എന്ന് പറഞ്ഞ് അവൻ ആ അരഞ്ഞാണം ഊരി കൃഷ്ണൻ എന്നും അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഇരിക്കാറുള്ള ആ മരക്കൊമ്പിലേക്ക് അത് വലിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം അമ്പലത്തിലെ പൂജാരി ആ വഴി നടന്നു പോവുകയാണ്, ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ എന്നും ഇരിക്കുന്ന ആ ഒരു മരച്ചുവട്ടിൽ നിറയെ ഒരു തരം മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതുവരെ അങ്ങനെ ഒരു പുഷ്പം ആ ഒരു മരത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ പൂജാരി ആകെ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു മഞ്ഞ പുഷ്പം ഈ ഒരു മരം നിറയെ വന്നത്? പെട്ടെന്ന് ആ പൂജാരിക്കൊരു മനസ്സിലൊരു അശരീരി പോലെ മുഴങ്ങിക്കേട്ടു. ഇന്നലെ ആ ഉണ്ണിയെ ഞാൻ കൊടുത്ത അരഞ്ഞാണത്തിൻ്റെ പേരിൽ ആ ഉണ്ണിയെ നിങ്ങളെല്ലാവരും മോഷ്ടാക്കളാക്കിയില്ലേ, ആ ഉണ്ണി നിരപരാധിയാണെന്ന് ഉള്ളതിൻ്റെ തെളിവാണ് ഈ മരത്തിൽ കാണുന്ന പൂക്കൾ നിറയെ. ഇത് കേട്ടപ്പോൾ തന്നെ പൂജാരിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പൂജാരി പെട്ടെന്ന് തന്നെ ആ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോയി ആ ഉണ്ണിയുടെ അമ്മയെ കണ്ടു. ഉണ്ണി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവിടെ കൂടി നിന്നവരൊക്കെ കണ്ടതാണ് ഉണ്ണി ആ അരഞ്ഞാണം വലിച്ച് ആ മരത്തിലേക്ക് എറിയുന്നത്. അവിടെ കൂടി നിന്നവരൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ അരഞ്ഞാണം നമ്മുടെ ഈ ആ പുഷ്പം ഏതാണ്ട് അരഞ്ഞാണത്തിൻ്റെ അതേ ഒരു രൂപത്തിൽ തന്നെയാണ്. നമ്മുടെ കണിക്കൊന്ന പുഷ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതൊരു അരഞ്ഞാണത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആ ഒരു ഉരുണ്ട പുഷ്പങ്ങളൊക്കെ അരഞ്ഞാണത്തിൻ്റെ ആ ഒരു മണികൾ പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
അപ്പോൾ പൂജാരി എല്ലാവരെയും വിളിച്ച് ആ പുഷ്പങ്ങളൊക്കെ കാണിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്തു. ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ആ അരഞ്ഞാണ് ആ കുട്ടിക്ക് നൽകിയത്. നമ്മൾ ഉള്ളുരുകി മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഉണ്ണിയുടെ കയ്യിലെ ഈ അരഞ്ഞാണവും അതുപോലെ ഈ പുഷ്പങ്ങളും ഒക്കെ. അതുകൊണ്ട് ഇനി ആരും ആ ഉണ്ണിയെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ആ പൂജാരി എല്ലാവരുടെയും മനസ്സിൽ ആ കുട്ടിയുടെ ആ ഒരു നിരപരാധിത്വം തെളിയിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ കൂടെ നിന്നവർക്കൊക്കെ മനസ്സിലായി ആ ഉണ്ണിയുടെ ഭക്തിയുടെ ആ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട്, തങ്ങളുടെ മനസ്സിലുള്ള ഭക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ കൂടെ നിന്നവർക്കൊക്കെ മനസ്സിലായി. എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം വിളിച്ചാൽ നമ്മുടെ കൂടെ തന്നെ വരും, എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചാൽ ഞങ്ങളുടെ അരികെ തന്നെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ദൃഢവിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ആ ഉണ്ണിക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ ഉണ്ണി ഭഗവാനെ കണ്ടു, ഭഗവാന്റെ കൂടെ കളിച്ചു. ഭഗവാൻ ഉണ്ണി ചോദിച്ചതൊക്കെ ഭഗവാന് കൊടുത്തു. അരഞ്ഞാണം വേണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. ഭഗവാൻ അപ്പം തന്നെ ആ അരഞ്ഞാണം ഊരി കൊടുക്കുകയും ചെയ്തു. അതുപോലെ ആ ഉണ്ണിയുടെ നിരപരാധിത്വം ഭഗവാൻ തന്നെ എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്തു. ഇതാണ് ഭക്തിയുടെ ഒരു മഹത്വം. നമുക്ക് ഈ ഒരു കഥയിലൂടെ ആ ഒരു പരിശുദ്ധമായ ഭക്തിയുടെ ആ ഒരു മഹത്വമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത്.